നമ്മിൽ വസിക്കുന്ന നമ്മിൽ ഈശോ തന്നെ പറഞ്ഞത്. ഈശോ പറഞ്ഞു, കർത്താവിന്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്യും. ഇത് തന്നെയാണ് ഈശോ പല പ്രാവശ്യം പറഞ്ഞത്. വിശ്വസിക്കുന്നവർ എൻ്റെ അടുക്കൽ വരും, അവർ എന്നിൽ നിന്ന് കുടിക്കും. അപ്പോൾ ഇപ്പൊ നമ്മളുടെ ഒരു ഡെവലപ്മെന്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൂടി പറയും അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ താമരവള്ളി അച്ഛൻ ഉടനെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അച്ഛൻ വന്ന ഉടനെ നമ്മൾ കുർബാനയിലേക്ക് പ്രവേശിക്കും. കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇഷ്ടംപോലെ സമയം കേട്ടോ. അപ്പോൾ കുർബാന നടക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, 1 കൊറിന്ത്യസ് 13-ാം അധ്യായം നമ്മൾ മനസ്സിലാക്കി. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അത് ഈ കുർബാനയിലെല്ലാം നമ്മൾ അതുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്ത് തരാൻ പ്രാർത്ഥിക്കണം? നമുക്ക് സ്നേഹിക്കണമെങ്കിൽ സ്നേഹം വേണം. അപ്പോൾ വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ തോമസ് അക്വീനാസും എല്ലാം പറയുന്ന പഴയ നിയമത്തിലെ ഒരു ഡൈക്കോട്ടമി ഇതായിരുന്നു. കമാൻഡ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവിനെ കൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. അത് വാസ്തവത്തിൽ പുതിയ നിയമത്തിലേക്ക് വരാനുള്ള ഒരാകാംക്ഷയും അവരതിനുവേണ്ടി ദാഹിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതാണ്. ഇത് ഒരു ക്രോണോളജിക്കൽ ഡെവലപ്മെന്റ് ആണ്. ക്രോണോളജി എന്ന് പറഞ്ഞാൽ ടൈം ടു ടൈം ഡെവലപ്പ് ആകേണ്ട. അങ്ങനെയുള്ള ആ ഡെവലപ്മെന്റിലൂടെ നമ്മളെ സംബന്ധിച്ച് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധിയായി നൽകാനും വന്നിരിക്കുന്നു. മറ്റത് കുത്തിയില്ലായിരുന്നോ? കുത്തി ഇല്ലേ? എന്തായാലും ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലോട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, ചില നേരത്തെ റെക്കോർഡിങ് മറന്നു പോകും നമ്മൾ ഈ സൂത്രമൊക്കെ. ഓക്കെ, അപ്പം ഇവിടെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം ഇതാണ്. നമ്മൾ കുഞ്ഞുനാൾ നമ്മൾ ഇതെല്ലാം നമുക്കുള്ളൂ. അതൊക്കെ വലിയ വലിയ അച്ഛന്മാർക്ക്. ഞാൻ നായിക്കാമ്പരമ്പലച്ഛൻ്റെ കൂടെ ഒരുപാട് ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാണ്. ഇവിടത്തേക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിൽ അച്ഛൻ വന്നപ്പോൾ എന്നെ ഒരു ബിഷപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് തോമസ് പോൾ ഇങ്ങേരും ഒരു പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഇൻ്റർവ്യൂ വെച്ചിട്ടാണ് അച്ഛൻ. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അപ്പം ഞാൻ രാത്രി ജബൽപൂരിൽ നിന്ന് ഫുൾ രാത്രി ബസ്സിൽ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. ചിലപ്പോൾ അച്ഛൻ എന്നോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടോക്ക് കൊടുക്കാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാ ടോക്കുകളും ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നെ ഉടനെ അച്ഛൻ സ്റ്റേജിൽ കയറ്റും എന്നുള്ള ഒരു വലിയ ആകാംക്ഷയിലാണ് വന്നേക്കണത്. ബിഷപ്പ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ വരണം, ഇതിനെ കൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞ് സ്റ്റേജിൽ കെട്ടാൻ ചാൻസ് തരും. നമ്മളിങ്ങനെ തീഷ്ണതയിലാണ്. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. പെട്ടെന്ന് മൂടൊക്കെ കംപ്ലീറ്റ് ഔട്ടായി. ശരി അച്ഛൻ. ഓക്കെ, അപ്പോൾ അച്ഛന്മാരുടെ ധ്യാനമാണ് നടക്കുന്നത്. പുറവശത്ത് ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് ഒരു കേരളത്തിൽ നിന്ന് വന്ന ഒരു ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നോടും അവിടെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടാണ് പറയണത്. അതിൻ്റെ അർത്ഥം അച്ഛനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു കാണുമല്ലോ. ഞാൻ സമ്മതിച്ചു. ഞാൻ നല്ല ഉപവാസം. നമ്മളൊക്കെ 40 ദിവസം ഉപവസിച്ചേക്കണോളൂ. ഈ ഷാജിയൊക്കെ പല പ്രാവശ്യം 40 ദിവസം ഉപവസിച്ചിട്ടുണ്ടാവും. 40 ദിവസം. അതുകൊണ്ട് നമുക്ക് ഉപവാസമൊക്കെ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ 5 ദിവസം വെറും വെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ധ്യാനം കഴിഞ്ഞപ്പോൾ പറയണേ, അതെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പാറ്റ്നയിൽ ഇതേമാതിരി അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സ് ധ്യാനമുണ്ട്. തോമസ് പോൾ അവിടെയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാമോ? വരാം. അപ്പോഴും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാണല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ, എന്നാലും കർത്താവ് അച്ഛനും പറഞ്ഞതനുസരിച്ച് ഞാൻ ജബൽപൂരിൽ നിന്ന് പാറ്റ്നയിലേക്ക് വന്നു. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. അപ്പം അന്ന് കേരളത്തിൽ നിന്ന് ആരുമില്ല, ഞാൻ മാത്രം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ ഇങ്ങനെ ഞൊണ്ടി ഇങ്ങനെ വന്നു. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നീ ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുക.
അതിൻ്റെ കാല് നീളുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഇതെന്തേ പറയണേ? ഞാൻ പറയണം നീ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. ചില നേരത്തെ ഈശോ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയും, കമോൺ പ്രേ. ആ സിസ്റ്ററുടെ കർത്താവ് പറയുന്ന സിസ്റ്ററിന്റെ കാല് സൗഖ്യപ്പെടുത്താൻ തോമസ് പോൾ. ഞാനിതിങ്ങനെ ഒരു ഫോറിൻ സിസ്റ്ററാണ്. എനിവേ, ടു മേക്ക് ദി സ്റ്റോറി ഷോർട്ട്, ഞാനങ്ങ് പ്രാർത്ഥിക്കല്ല, സിസ്റ്ററിന്റെ കാല് നീണ്ടു വന്ന് ഇങ്ങനെ ഞൊണ്ടി നടന്ന സിസ്റ്റർ ശരിക്കും നടക്കാൻ തുടങ്ങി. ഇത് കണ്ട വഴി ഒരുപാട് സിസ്റ്റർമാര് പല രോഗങ്ങളായിട്ട്, ഒരാൾ മൂക്കിൽ ദശ വളരണു, കൈ വളഞ്ഞിരിക്കണു, ഇവരൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരാൻ അത്ഭുതം ഇവിടെ നടക്കാൻ തുടങ്ങി. ഇപ്പൊ പ്രശ്നമായി. എന്താ? അവിടെ ധ്യാനത്തിന്റെ ഹാളിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരണം. അച്ഛൻ വളരെ പറഞ്ഞു, സ്റ്റോപ്പ്, ഇത് ശരിയാവില്ല. അതുകൊണ്ട് നിന്നോട് ആരാ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്? ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന മാത്രമേ പാടുള്ളൂ, ഇവിടെ രോഗശാന്തിക്ക് പാടില്ല. യെസ്, ക്ഷമിക്കണം. അച്ഛൻ പിന്നീട് എന്നോട് പറയുമായിരുന്നു, നിന്റെ അനുസരണത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ ഡിവൈനിൽ ധ്യാനിപ്പിക്കാൻ പറഞ്ഞതും അച്ഛൻ അവിടെ ഇരുന്ന് ധ്യാനം കൂടണതും. ഈ നായികാമ്പലം അച്ഛൻ ചിരിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ ധ്യാനത്തിന് മാത്രമാണ് അച്ഛൻ ചിരിക്കുന്നത്. അച്ഛനത് ചിരിക്കുമ്പോഴാണ് ഒരു രസം. എനിവേ, അപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ കാര്യം, അന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ ഈ നായക്കാമ്പറമ്പിലെ അച്ഛനും വലിയ വലിയ അച്ഛന്മാർക്കും ഒക്കെയാണ് ഈ വരമുള്ളത്. പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ചെയ്യിച്ചതല്ലോ. ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ എല്ലാവരുടെയും വരങ്ങളുണ്ടെന്ന്? കർത്താവിന് ഇങ്ങനെ ഒരു പക്ഷപാതമില്ല. ഇവിടെയാണ് നമുക്ക് കിട്ടേണ്ട മറ്റൊരു ഡെലിവറൻസ്. നമുക്ക് കിട്ടേണ്ട ഒരു ഡെലിവറൻസ്. ഞാൻ എന്നോട് സമ്മതിക്കേണ്ട, ഞാൻ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചാട്ടെ, എല്ല് നീളോന്ന്. പിന്നെ ഇത് എൻ്റെ ഒരു കാരിസം പോലെയായി. ഒരുപാട് ആളുകളുടെ ജന്മനാ ഉള്ള മുടന്ത് കർത്താവ് സൗഖ്യപ്പെടുത്തി. നമ്മൾ ഈ ജന്മനായുള്ള രോഗങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കാത്തത് വലിയ തെറ്റാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ ഈ 5-8 മാസം മുമ്പ് അയർലൻഡില് ഒരു ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മച്ചി എന്നെ കാണാൻ വന്നിരിക്കുന്നത് ഇത് പറയാൻ വേണ്ടിയാണ്. തോമസ് പോളെ, എനിക്കൊരു വലിയ സന്തോഷ വാർത്ത നിന്നോട് പറയാൻ. യു വിൽ ബി ഹാപ്പി. പറയും, ഞാനൊരു ഓട്ടിസ്റ്റിക് കൊച്ചിന് വേണ്ടി കുറെ നാൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു അതിന് ഓട്ടിസം ഇല്ല. എനിക്കത് കേട്ടിട്ടേ ഭയങ്കര ഒരു ജ്വലനമുണ്ടായി. കാരണം ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇത് മാറുമോ? കാരണം ജന്മന ഉള്ളത് മാറുള്ളത്. പക്ഷെ ഈ അമ്മച്ചി പറഞ്ഞപ്പോ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ്. ഓട്ടിസം ഉള്ളവർക്കും വേണ്ടിയും പിന്നെന്താ ഡൗൺ സിൻഡ്രോം ഉള്ളവർക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പെട്ടെന്നൊരു അത്ഭുതം നോക്കണ്ട. പക്ഷെ കാലക്രമേണ ഇതെല്ലാം മാറാം, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി മാറാം. ചില ഓട്ടിസ്റ്റിക് കുട്ടികൾ ഭയങ്കര വയലന്റ് ആണ്, അത് മാറാം. അങ്ങനെ അതിനുശേഷം ആരെങ്കിലുള്ളവരെ കണ്ട ഞാനങ്ങ് അതിനുള്ളവരെ കാണുമ്പോഴേ, പലർക്കും നമ്മൾ പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ, ബസ്സിൽ കാണും, ട്രെയിനിൽ കാണും. അപ്പൊ നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ നൗ കമ്മിങ് ടു ദ പോയിന്റ്. അച്ഛൻ വന്നോ? ഇല്ല, വരുമ്പോ പറയേ. ഓക്കെ, 12-ാം അധ്യായത്തിലെ 2 വചനം, 6-ാമത്തെ വചനം, 12:1 മനസ്സിലാക്കണം. നല്ലതാണ്. 1 കൊരിന്ത്യസ് 12:1 പൗലോസ് പറയണത് മലയാളത്തിൽ മനോഹരമാണ്. സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? നമ്മള് ചിലര് ബൈബിൾ മുഴുവനും പഠിച്ചിട്ടുള്ളവരാണ്. ഞാൻ ബൈബിൾ ഇത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്ത് കാര്യം? നിങ്ങളിലുള്ള വരം എന്താണെന്ന് അറിയാതെ വായിച്ചോട്ടോ. ഞാൻ പറയാണ്, ഇതെല്ലാം വായിച്ചത് കൊണ്ട് പോരാ. എന്താ ഇവിടെ പൗലോസ് പറഞ്ഞേ? നിങ്ങളിലുള്ള
ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായി. ഞാൻ സത്യം പറയാണ്, എൻ്റെ ഉള്ളില് ഇന്ന ആത്മീയ ദാനങ്ങളുണ്ടെന്നുള്ള അറിവുണ്ടായതിനെ ഒക്കെ എനിക്ക് ഹിന്ദി വരെ അറിവുണ്ടായതിനു ശേഷം എനിക്കുള്ള ഒരു സന്തോഷവും ഒരു ആത്മസംതൃപ്തി, ഒരു ആത്മധൈര്യം തന്നെ വേറെ ഒന്നാണ്. മനസ്സിലായിട്ടുണ്ടോ? നമ്മളിലുള്ള ഒരു ആത്മധൈര്യം, ഒരു ക്രിസ്ത്യാനി എന്നുള്ളതിന്റെ പേരിലുള്ള അഭിമാനം, ഇതൊക്കെ വേറെ ഒരു ലെവലിലേക്ക് വരും. എങ്ങനെയാണെങ്കിൽ സഹോദരരെ, നിങ്ങൾ ആത്മീയ എന്നെല്ലാവരും പറഞ്ഞ നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 1 Corinthians 12, 13, 14 ഇതെല്ലാം ആത്മീയ ദാനങ്ങളെ കുറിച്ചുള്ള പഠിപ്പിക്കലാണ്. അപ്പൊ ഞാൻ അച്ഛന്മാരോട് ചോദിക്കും, ക്ഷമിക്കട്ടോ അച്ഛന്മാരെ ചോദിക്കും, നിങ്ങൾ സെമിനാരിയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരേ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കരിക്കുലം ഉണ്ടോ? ഇല്ലില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴും ഒരു സെമിനാരിയിലും ഈ 3 അധ്യായങ്ങള് വേണ്ട രീതിയിൽ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്നില്ല. സെമിനാരി പോട്ടെ, നമ്മൾ സാധാരണ ആളുകള് ഒരു കരിസ്മാറ്റിക് ജ്ഞാനം കൂടി ശലബല ബലബല ഭാഷ അവരെ കിട്ടി, അത് കഴിഞ്ഞ് 1 വർഷത്തേക്ക് ഒരു ധ്യാനമില്ല. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നേ ഇല്ല. ആത്മീയ ദാനങ്ങളെ കുറിച്ച് എവിടെയാണ് ഈ അറിവ് കിട്ടാനുള്ള ഒരു സംവിധാനം? പറയും. നമ്മൾ ഇവിടെയൊക്കെ നോക്ക്, ജർമ്മൻ പഠിക്കാൻ ബോർഡ് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചതാണ്. ജർമ്മൻ പഠിക്കാൻ പലരും പറയും, ബ്രദറെ ഞങ്ങൾ ജർമ്മനിൽ വരാം. എന്റെ മക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ. എനിക്കറിയാം അവിടെയുള്ള മലയാളികളുടെ അവസ്ഥ. അതുകൊണ്ട് ജർമ്മനി ഏതാണ്ട് വലിയ പർവ്വതീസാണെന്ന് വിചാരിച്ചുകൊണ്ട് ജർമ്മൻ ക്ലാസ് പഠിക്കാനല്ല അവിടെ നടക്കണം. അവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. ഇവിടെയാണെങ്കിൽ ഇത്തിരി കഞ്ഞി ചമ്മന്തി കുടിച്ചതിന്റെ മനുഷ്യൻ ജീവിക്കാം. അവിടെയാണെങ്കിൽ അതുപോലെ കിട്ടൂല. ഏതാണ്ട് വലിയ ഇത് കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കണത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിലുള്ള ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിയാൻ ഏതെങ്കിലും ഒരു ട്യൂട്ടോറിയലോ ഒരു സ്ഥാപനമോ ഇവിടെ ഈ കത്തോലിക്ക സഭയിൽ ഉണ്ടോ? അത് വാസ്തവത്തിൽ ഈ എമ്മാവൂസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കൊളത്തുപള്ളിന്റെ ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ഇതിനു വേണ്ടി പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പ്രാക്ടിക്കൽ. നിങ്ങളിലുള്ള ആത്മീയ വരങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അപ്പൊ 2 തരം അറിവാണ് ഇതിന് വേണ്ടത്. ഒന്ന്, നമ്മൾ എല്ലാവരിലും വ്യത്യസ്തമായ ചില വരങ്ങളുണ്ട്. വ്യത്യസ്തമായ വരങ്ങൾ. എൻ്റെ ഒരു ബോധ്യത്തിൽ എന്നിലുള്ള ഏറ്റവും പ്രധാന വരം വചനപ്രഘോഷണ വരമാണ്. വചനപ്രഘോഷണം അതെന്റെ മെയിൻ ഗിഫ്റ്റാണ്. പക്ഷെ അതോടൊപ്പം പ്രവചനവരം, ദർശനവരം, ഇങ്ങനെ വേറെ ഒരുപാട് വരങ്ങൾ എനിക്കുണ്ട്. പടിപടിയായിട്ട് ഇത് പടിപടിയായിട്ട് ഉള്ളവര് കൂടുതൽ കൊടുക്കപ്പെടും. അച്ഛൻ വന്നു. ഹല്ലേലൂയ. അച്ഛോ വെൽക്കം. ഇപ്പൊ നിർത്തിയേക്കാം. അപ്പോ സിൻസിയറായിട്ട് നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരിലും ദൈവം എന്ത് ആത്മീയ വരമാണ് പ്രധാനമായിട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുകയും ഈ 5 ദിവസത്തിന്റെ അകത്ത് ഇതിന് ഒരു ഉത്തരം കിട്ടണം. വാശി പിടിക്കാൻ ഞാൻ പോകൂല്ലേ പുറത്ത്. എന്തീ പറയണേ, ഇത്രയും പ്രായമായിട്ട് എന്നിലുള്ള ആത്മീയ വരം എന്താണെന്ന് എനിക്കറിയില്ലെങ്കിൽ എന്താ? എല്ലാവരും കാര്യം പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മുടെ പ്രധാന ഒരു ദൗത്യം ഈ 5 ദിവസം എന്താണ് ഇവിടെ പൗലോസ് പറഞ്ഞത്? നിങ്ങളിലുള്ള ആത്മീയ വരങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അപ്പൊ ഒന്ന്, നമ്മളെല്ലാവരിലും എന്തെങ്കിലും ഒരു ആത്മീയ വരമെങ്കിലും ഉണ്ട്. സമ്മതിച്ചോ?
പക്ഷെ ഇതെന്താണെന്ന് അറിയണം. അതാണ് നമ്പർ 1. 2, ഈ വരങ്ങൾ ഒന്നാവില്ല, പലതും ഉണ്ടാവും. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള അറിവുണ്ടാവണം. അപ്പൊ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ആരും അതിന് ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, എന്നിലുള്ള ആത്മീയ വരങ്ങളെ കുറിച്ച് എനിക്കറിയാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര അഭിമാനവും അതോടൊപ്പം ഒരു മിനിറ്റ് വിശ്രമമില്ലാത്ത ശുശ്രൂഷയുമാണ്. ആ ഒരു വരം കൂടുമ്പോൾ അതനുസരിച്ചുള്ള ആളുകളെ എൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. നമുക്ക് നമ്മളിലുള്ള ശുശ്രൂഷ അപ്പോഴാണ് പുറപ്പെടേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ വർക്ക്ഷോപ്പിന്റെ പ്രധാന ലക്ഷ്യം. ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരാൾക്ക് വേണ്ടി 5 ആൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് ദർശനത്തിലൂടെയും പ്രവചനത്തിലൂടെയും നമ്മളിലുള്ള വരകളെ കുറിച്ചുള്ള സൂചനകൾ പുറത്തു വരും. അപ്പൊ ഒരാൾ പറയാണ്, ഞാൻ സാറ് ബൈബിൾ ഇങ്ങനെ മൈക്ക് പിടിച്ച് ബൈബിളും വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നതാണല്ലോ കാണുന്നത്. അപ്പൊ മറ്റേ ആൾ പറയും, അയ്യോ ഒരുപാട് ജനസമൂഹം അതിന് ചുറ്റും ഇരിക്കുന്നത് കാണുന്നു. വേറൊരാൾ പറയും, ആ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ അവിടെ രോഗശാന്തി നടക്കണം കാണുന്നു. നമ്മൾ പേടിച്ചോടും. പക്ഷെ അത് സത്യമാണ് അവിടെ. അപ്പൊ അത് പ്രവചനമാണ് അവിടെ. അതുകൊണ്ട് അത് സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുക. ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോ ഒരാഴ്ച കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ നിങ്ങൾ അടുത്തുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലീഡർ അച്ഛൻ, അതെ ഒന്ന് വന്ന് ഒരു പ്രാർത്ഥന നയിക്കാമോ? ഞാൻ അതിനൊന്നും പ്രാർത്ഥന നയിച്ചിട്ടില്ല അച്ഛൻ. ഇല്ല, ഇപ്പൊ ഒന്ന് നയിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾ ഓർക്കണം ഈ ഗ്രൂപ്പിലുണ്ടായ ഈ പ്രവചനങ്ങൾ അത് സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അങ്ങനെ നമ്മൾ ഓരോരുത്തരിലുമുള്ള, അപ്പൊ ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ചിലവരിൽ വളരെ പ്രത്യേകമായ ചില വരങ്ങൾ കർത്താവ് കാണിച്ചു തരും. അപ്പൊ ഇവിടെ 12-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം പറയുകയാണ്. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ. പ്രവൃത്തികളിൽ, എല്ലാവരും ഏറ്റു പറഞ്ഞ്, പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാത്തിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഒന്നുകൂടി, പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവരിലും മനസ്സിലായോ? ഒന്നുകൂടി ഏറ്റു പറഞ്ഞ്, എല്ലാവരിലും. അപ്പൊ എല്ലാവരിലും പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ? അയ്യോ, അതൊക്കെ അങ്ങനെ പൗലോസ്ലീഹ എഴുതിയേക്കണാണ്. പൗലോസ്ലീഹ അങ്ങനെ പറഞ്ഞു പറയും, എന്നിൽ ഉണ്ടാവില്ല, എന്നിൽ ഇതൊന്നുമില്ല. അപ്പോഴും നമ്മൾ മസിൽ പിടിക്കും. ഇനി അങ്ങനെ പിടിക്കരുത്. ഇത് സത്യമാണ്. എന്താ ഇവിടെ എഴുതിയേക്കണത്? എല്ലാവരിലും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഇനി അടുത്തത് കൂടി നോക്കിക്കോട്ടെ. 7-ാമത്തെ വചനം 12. ഓരോരുത്തരിലും, എല്ലാവരും ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ എന്തിനാണ് ഈ ആത്മാവ് ഈ വരങ്ങളെല്ലാം നൽകുന്നത്? പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. പൊതു നന്മയ്ക്ക് വേണ്ടി. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ നിർത്തുന്നു. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട താമരവള്ളിയച്ഛനെ ഒന്ന് കൈയടിച്ച് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഉടനെ തന്നെ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ ഗ്രൂപ്പിലേക്ക് കയറും കേട്ടോ. താങ്ക് യു. അത് ഓഫ് ചെയ്തോ.